ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾക്ക് ക്ഷീണമുണ്ടാക്കുന്ന തരത്തിൽ അവർക്കെതിരെ അവരെ ഹൈജാക്ക് ചെയ്യുന്ന വിധം മുസ്ലിം ലീഗിലുള്ള ആൺ ലീഗാണെങ്കിലും വനിതാ ലീഗാണെങ്കിലും വിദ്യാർത്ഥി ലീഗാണെങ്കിലും യൂത്ത് ലീഗാണെങ്കിലും മൂത്ത് ലീഗാണെങ്കിലും ഏത് ലീഗാണെങ്കിലും ആ ലീഗിൽ വഹാബികൾ അവരുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള വേദിയായി ലീഗിൻ്റെ ഒരു യോഗങ്ങളെയും ഒരു സമ്മേളനങ്ങളെയും ഒരു വേദികളെയും ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് നമുക്ക് അഭിപ്രായം. അത് ലീഗിന് തന്നെ നഷ്ടമുണ്ടാക്കുന്ന സംഗതിയാണ്. വളരെ പ്രത്യേകിച്ചും ഓർക്കേണ്ടതുമാണ്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസാദർശങ്ങൾക്കെതിരായി ബിദ്അത്തിൻ്റെ ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും അത് തിരിച്ചറിയുന്ന ആ സ്റ്റേജിലേക്ക് ഇന്ന് സമൂഹം ഉയർത്തിയിട്ടുണ്ട്. സമൂഹത്തിന് എല്ലാവർക്കും തിരിയാം എങ്ങനെയാ പറയുന്നത്, കൊടുക്കുക പറയണത് നോക്കാം. ഇപ്പം ഏതെങ്കിലും വഹാബിച്ചകളോ വഹാബി പെണ്ണുങ്ങളോ ഒക്കെ വനിതാ ലീഗിലുണ്ടെങ്കിൽ അവർ ലീഗ് എന്നുള്ള നിലയിൽ എല്ലാ വിഭാഗം മുസ്ലിമീങ്ങളുടെയും രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കുന്ന, സമുദായ കാര്യങ്ങൾ നോക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മാത്രം ശ്രദ്ധിക്കുന്നതും സുന്നികളെ പിണക്കാതിരിക്കുന്നതും ഇളക്കാതിരിക്കുന്നതും തെറ്റിക്കാതിരിക്കുന്നതുമാണ് നല്ലത്. അത് ആ രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ആ രാഷ്ട്രീയ പാർട്ടിയെ സ്നേഹിക്കുന്നവരൊക്കെ പാലിക്കേണ്ട മര്യാദയാണ്. വനിതാ ലീഗും വേണത്. ചില ആൾക്കാർ പിന്നെ അതിൽ കയറിയ എന്തൊക്കെയോ ആയി സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അതേസമയം സുന്നികൾ അതിൽ കയറിയല്ലോ സുന്നി പറയുന്നത്. സുന്നികൾ സമസ്തയുടെയോ സംസ്ഥാനയുടെയോ രണ്ട് സമസ്തകളുടെയോ ദക്ഷിണയുടെയോ ഒക്കെ വേദി നോക്കിയിട്ടാണ് സുന്നി സംസാരിക്കുന്നത്. അതൊന്നും മുസ്ലിം ലീഗിൻ്റെ വേദിയിലല്ല പറയുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വേദിയിൽ കയറിയിട്ട് ഹജ്ജ് ക്ലാസ് ആയാലും വേണ്ടിയില്ല, മറ്റെന്ത് ക്ലാസ് ആയാലും വേണ്ടിയില്ല, ബിദ്അത്തുകൾ പ്രസംഗിക്കുന്നത് ബിദ്അത്തുകാരായ ലീഗുകൾ, അത് പ്രായമുള്ളവരായാലും ചെറിയവരായാലും വിദ്യാർത്ഥികളായാലും വനിതകളായാലും പുരുഷന്മാരായാലും എല്ലാം ശ്രദ്ധിക്കണം എന്നാണ് പ്രത്യേകം ഉണർത്താനുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടതുമാണ്.